+2 Commerce ഫാമിലി. അപ്പോൾ മക്കളെ, നമ്മുടെ എല്ലാ സബ്ജക്ട്സിൻ്റെയും എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും വൺ ഷോട്ട് വീഡിയോസ് ആയിട്ട് നമ്മുടെ ചാനൽ, നമ്മുടെ III+2 Commerce ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മാക്രോ എക്കണോമിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ആണ് നമ്മളിത് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് സെറ്റാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് ഇരുന്ന് കാണുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇതൊക്കെ അറിയത്തില്ലെങ്കിൽ അവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം എല്ലാവരിലേക്കും എത്തിക്കാൻ നമുക്ക് ഈ ചാപ്റ്റർ അടിപൊളിയായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇൻട്രൊഡക്ഷൻ ടു മാക്രോ എക്കണോമിക്സ്, നമ്മുടെ മാക്രോ എക്കണോമിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മളിത് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണുള്ളതെന്ന്. അപ്പം എന്താണ് മക്കളെ എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണ് എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സ്റ്റഡി ഓഫ് വെൽത്ത് ആണ് എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലേ? സമ്പത്തിനെ കുറിച്ചുള്ള പഠനമാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ എക്കണോമിക്സ് എന്താണെന്ന് കണ്ടു. ഇനി എക്കണോമിക്സിൻ്റെ ഫാദർ, നമുക്ക് ഫാദർ ഓഫ് അവർ നേഷൻ ഗാന്ധിജി ഉള്ളതുപോലെ തന്നെ എന്തുണ്ട്, എക്കണോമിക്സിനും ഉണ്ടൊരു ഫാദർ. അതാണ്, അദ്ദേഹത്തിൻ്റെ പേരാണ് എന്തെന്ന് പറയുന്നത് ആഡം സ്മിത്ത് എന്നാണ്. ആരുടെ പേര്? നമ്മുടെ ഫാദർ ഓഫ് എക്കണോമിക്സ്. ഫാദർ ഓഫ് എക്കണോമിക്സ് മാത്രമല്ല, ഫാദർ ഓഫ് മോഡേൺ എക്കണോമിക്സ് ആര് തന്നെയാണ്? നമ്മുടെ സ്വന്തം ആഡം സ്മിത്ത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് ആയിട്ടുള്ള ബുക്ക് ഉണ്ട്, നിങ്ങളുടെ എക്സാമിന് ചോദിക്കും ഇദ്ദേഹത്തിൻ്റെ ബുക്ക് ഏതാണെന്നുള്ള കാര്യം ചോദിക്കുന്നുള്ളൂ. മൈക്രോ എക്കണോമിക്സിലൊക്കെ അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്, അല്ലേ? ഏതാണ്? ആൻ എൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് ദി വെൽത്ത് ഓഫ് നേഷൻസ്, അല്ലേ? ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ്. അപ്പോൾ നിങ്ങൾ ഇത്രയും വലിയ പേരൊക്കെയാണെന്ന് മിസ്സിന് അറിയാം. അപ്പോൾ വെൽത്ത് ഓഫ് നേഷൻസ് എന്ന് മാത്രം പഠിക്കുക. ഓക്കെ, ആ ടൈൽ മാത്രം നിങ്ങൾ നോട്ട് ചെയ്താൽ മതി. ഓക്കെ, വെൽത്ത് ഓഫ് നേഷൻസ് ആറ് ബുക്കാണ്, നമ്മുടെ സ്വന്തം ആഡം സ്മിത്തിയായിട്ടാണ്. ആൻഡ് നമ്മുടെ GDP എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണ്? ആഡം സ്മിത്താണ്. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, നമ്മുടെ രാജ്യത്ത് ഒരു വർഷത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ഫൈനൽ മണി വാല്യൂ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് GDP എന്ന് പറയുന്നത്, അല്ലേ? ആ GDP എന്ന് പറയുന്ന ഈ കോൺസെപ്റ്റ് ആരാണ് കൊണ്ടുവന്നത്? നമ്മുടെ സ്വന്തം ആഡം സ്മിത്തിയായിട്ടാണ്. നോക്കിയേ, ആരൊക്കെയാണ്? ആഡം സ്മിത്ത് എന്ന് പറഞ്ഞാൽ ആരാണ്? ഫാദർ ഓഫ് എക്കണോമിക്സ് ആണ്, ഫാദർ ഓഫ് മോഡേൺ എക്കണോമിക്സ് ആണ്. അഡ്വക്കേറ്റഡ് ഫോർ ലേസസ് ഫെയർ പോളിസീസ്. എന്താണ് ഈ ലേസസ് ഫെയർ പോളിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് പണ്ട് നമ്മുടെ നാട്ടിൽ എങ്ങനെയായിരുന്നു? അതായത് ഗവൺമെൻറ് എല്ലാ കാര്യത്തിലും കയ്യേറിക്കൊണ്ടിരിക്കുമായിരുന്നു. ഓക്കെ, എന്താ നമ്മുടെ ഓരോ ഇൻഡിവിജ്വൽസിൻ്റെ കാര്യത്തിലും ഗവൺമെൻറ്റിനൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ആ പരിപാടിയൊന്നും ഇനിയും വേണ്ട എന്ന് ആര് പറഞ്ഞു? നമ്മുടെ ആഡം സ്മിത്ത് പറഞ്ഞു. അതാണ് ലേസസ് ഫെയർ പോളിസി എന്ന് പറഞ്ഞത്. അതേപോലെ നോക്കി, ഓഥർ ഓഫ് ദ വെൽത്ത് ഓഫ് നേഷൻസ്, അല്ലെ? ആൻഡ് എൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് ദ കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ്. ആൻഡ് എന്താണ്? ക്രിയേറ്റഡ് കോൺസെപ്റ്റ് ഓഫ് GDP എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ആരാണ് കൊണ്ടുവന്നത്? അതും നമ്മുടെ ആഡം സ്മിത്ത്. അതുകൊണ്ട് മക്കളെ, നമ്മുടെ ചാപ്റ്ററിലെ മെയിൻ പോർഷനിലേക്ക് കിടക്കുകയാണ്. നമ്മൾ നമ്മുടെ എക്കണോമിക്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണുള്ളത് നോക്കി. നമുക്ക് മൈക്രോ എക്കണോമിക്സും ഉണ്ട്, അതേപോലെ തന്നെ എന്തുണ്ട്? മാക്രോ എക്കണോമിക്സും ഉണ്ട്. ഓക്കെ, മൈക്രോ എക്കണോമിക്സും ഉണ്ട്, മാക്രോ എക്കണോമിക്സും ഉണ്ട്. മൈക്രോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പേര് പോലെ തന്നെ എന്താണ്? സ്മോൾ എന്നാണ് അർത്ഥം, ചെറുത്. നമ്മൾ മൈക്രോസ്കോപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ചെറുത്. ആൻഡ് മാക്രോ എന്ന് വെച്ചാലോ? മാക്രോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാർജ്. യെസ്, ഈ പേര് പോലെ തന്നെയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സ്. മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ യൂണിറ്റിനെ പറ്റി മാത്രമുള്ള സ്റ്റഡിയാണ്, ഒരാളെ പറ്റിയിട്ടുള്ള സ്റ്റഡി, അല്ലെങ്കിൽ ഒരു സാധനം, ഒരു പെർട്ടിക്കുലർ സാധനത്തെ പറ്റി മാത്രമുള്ള സ്റ്റഡിയാണ് എന്ത്? മൈക്രോ എക്കണോമിക്സ് എന്ന്. മാക്രോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാർജ് ആണ്, അല്ലേ? എന്താണ്? ആഗ്രിഗേറ്റ് ടോട്ടൽ സ്റ്റഡിയാണ് നമ്മളവിടെ നടത്തുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, മൈക്രോൻ്റെ ഒരു എക്സാമ്പിൾ പറയുന്നത് ഇൻകം ഓഫ് എ പേഴ്സൺ. ഒരാളുടെ ഇൻകം നമ്മൾ പഠിക്കുന്നതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? മൈക്രോ എന്ന് പറയുന്നത്. മാക്രോ എന്ന് പറഞ്ഞാലോ നാഷണൽ ഇൻകം, നമ്മുടെ രാജ്യത്ത് എല്ലാവർക്കും കിട്ടുന്ന ദേശീയ വരുമാനം, അതാണ് എന്തെന്ന് പറയുന്നത്? മാക്രോ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ മിസ് പറയാം. നോക്കി, ഒരു കാർഡുണ്ട്. ആ കാർഡിനെ കുറിച്ച് മൊത്തത്തിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ അതെന്താണ്? അതാണ് നമ്മുടെ മാക്രോ എന്ന് പറയുന്നത്. ആ കാട്ടിലെ ഒരു മരത്തെ പറ്റി മാത്രമാണ് നമ്മൾ പഠിക്കുന്നതെങ്കിലോ അതാണ് എന്തെന്ന് പറയുന്നത്? മൈക്രോ എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ? യെസ്, അതുപോലെ തന്നെ നോക്കി, ഇവിടെ നമുക്ക് 2 കുട്ടികൾ കൊടുത്തിട്ടുണ്ട്, അനു ഉണ്ട്, നമ്മുടെ മനു ഉണ്ട്. ഓക്കെ, നമ്മുടെ എക്സാംസ് ഒക്കെ ആയി. ഇത് നമ്മുടെ നമ്മുടെ എക്കണോമിക്സിൻ്റെ ബുക്കാണ്, ഇത് ഇക്കണോമിക്സിൻ്റെ ബുക്കാണ് ഈ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താ, നമ്മുടെ എക്സാം ഒക്കെ ആയി. നമ്മുടെ അനു നല്ല മിടുക്കി കുട്ടിയാണ്. അനു നമ്മുടെ എക്കണോമിക്സിൻ്റെ ഫുൾ ചാപ്റ്റേഴ്സ്, മൈക്രോയുടെയും മാക്രോയുടെയും മൊത്തം നമുക്ക് എത്രയാണ് 11 ചാപ്റ്റേഴ്സും അനു പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അനു ഒരു മാക്രോ ആണ്, അല്ലേ? പക്ഷെ നമ്മുടെ മനു ആയിക്കോട്ടെ, വെറും 4 ചാപ്റ്റേഴ്സേ പഠിച്ചുള്ളൂ. ഓക്കെ, അപ്പോൾ മനു എന്ന് പറയുന്നത് എന്താണ്? മൈക്രോ ആണ്. സിമ്പിൾ, അത്രയേ ഉള്ളൂ. മനു എന്താണ്? മൈക്രോ സ്റ്റഡിയാണ്. അനു എന്താണ്? മാക്രോ ആണ്. ഓക്കെ, അത്രയേ ഉള്ളൂ സംഭവം എന്ന് പറയുന്നത്. ആൻഡ് നോക്കിയേ, ഇവിടെ കുറേ എക്സാമ്പിൾസ് മനസ്സ് കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, ഡിമാൻഡ് ഫോർ എ പെൻ, ഒരു പേനയുടെ ഡിമാൻഡ് ഫോർ എ പെൻ, ഇതെന്താണ്? ഇത് മൈക്രോ ആണ്. ആൻഡ് നോക്കിയേ, പ്രൈസ് ഓഫ് എ ഫ്രിഡ്ജ്, ഒരു ഫ്രിഡ്ജിൻ്റെ പ്രൈസ് ഓഫ് എ ഫ്രിഡ്ജ്, ഇതെന്താണ്? മൈക്രോ ആണ്. ആൻഡ് നോക്കിയേ, ഇൻഡിവിജ്വൽ ഇൻകം, ഇതൊക്കെ എന്താണ്? ഇൻഡിവിജ്വൽ ഇൻകം എന്ന് വെച്ചാലും എന്താണ്? ഇതൊക്കെ മൈക്രോ ആണ്. നേരെ മറിച്ച് ഇപ്പം നമ്മുടെ നാഷണൽ ഇൻകം ആണെങ്കിലോ അത് നമ്മുടെ മൈക്രോ ആണ്. ഓക്കെ, അപ്പോൾ അതേ നോക്കിയേ, യെസ്, ഇവിടെ കൊടുത്തിട്ടുണ്ട് മിസ്. ഇൻഫ്ലേഷൻ,
പണപ്പെരുപ്പം, ഈ പണപ്പെരുപ്പം വന്നാൽ നമ്മുടെ രാജ്യത്തുള്ള എല്ലാവരെയും അഫക്റ്റ് ചെയ്യത്തില്ല, അതുകൊണ്ട് അതെന്താണ് മാക്രോ ആണ്. അതേപോലെ എന്താ ഡീഫ്ലേഷൻ, നാണയ ചുരുക്കം അല്ലെ പണ ചുരുക്കം എന്ന് നമ്മൾ പറയും, അതും എന്താണ് മാക്രോ ആണ്. നോക്കിയേ അൺഎംപ്ലോയ്മെന്റ്, പോവേർട്ടി, ഇതൊക്കെ എന്താണ്, ഇതൊക്കെ യെസ് ഫോർ പോവേർട്ടി എഴുതാം, പോവേർട്ടി, ഇതൊക്കെ എന്താണ്, ഇതൊക്കെയാണ് നമ്മുടെ മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്, അതിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ എക്സാമിന് ചോദിക്കും ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ് എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ ഇത് നോക്കി എഴുതേണ്ട ഇതാണ്. മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ജസ്റ്റ് ഒരു ഇൻഡിവിജ്വൽ സ്റ്റഡി മാത്രമാണ് അല്ലേ, ഒരു യൂണിറ്റ്, ഇൻഡിവിജ്വൽ യൂണിറ്റിനെ പറ്റി മാത്രം പഠിക്കുന്നതാണ്. മാക്രോ എന്ന് വെച്ചാൽ എന്താ, ആഗ്രിഗേറ്റ് ആണ്, മൊത്തത്തിലുള്ള പഠനമാണ്. ഞാൻ നോക്കി മൈക്രോ എക്കണോമിക്സ് എന്താ, പാർഷ്യൽ ഇക്വിലിബ്രിയം ആണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം എന്താണ്, ഒരു ഇൻഡിവിജ്വൽ യൂണിറ്റിന്റെ സ്റ്റഡി മാത്രമേ നടത്തുള്ളൂ, അതുകൊണ്ട് തന്നെ ഇക്വിലിബ്രിയം എന്ന് വെച്ചാൽ എന്താ, സന്തുലിതാവസ്ഥയാണ് അല്ലേ. അപ്പോൾ എന്താ, ഒരു പകുതി ഫുള്ളി ബാലൻസ്ഡ് ആവുന്നില്ല എന്നാണ് പറയുന്നത്. അടുത്ത നോക്കിയേ മാക്രോ എന്ന് പറഞ്ഞാൽ എന്താ, ജനറൽ ഇക്വിലിബ്രിയം ആണ്. അതായത് എന്താ, നമ്മൾ ഫുൾ അല്ലേ, മൊത്തം ടോട്ടൽ ആഗ്രിഗേറ്റ് എന്ന് വെച്ചാൽ എന്താ, ടോട്ടൽ സ്റ്റഡിയാണ് നമ്മളവിടെ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ എന്താ, ജനറൽ ഇക്വിലിബ്രിയം, മൊത്തത്തിലൊരു സന്തുലിതാവസ്ഥ നമുക്കവിടെ കാണാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ആൻഡ് വ്യൂ പോയിന്റ് നോക്കിയേ, മൈക്രോ എക്കണോമിക്സിലാണ് എന്താ, വേംസ് ഐ വ്യൂ അല്ലെ, ഒരു പുഴുവിന് എത്രത്തോളം കാണാൻ സാധിക്കും, കുറച്ചല്ലേ കാണാൻ സാധിക്കത്തുള്ളൂ. പക്ഷെ മാക്രോ എന്ന് വെച്ചാൽ എന്താ, ബേർഡ്സ് ഐ വ്യൂ ആണ്. അതായത് എന്താണ്, നമ്മുടെ ഒരു പക്ഷിക്കാണെങ്കിൽ എന്താ, പറന്ന് 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 ചുറ്റുമുള്ള കാര്യങ്ങളെല്ലാം കാണാൻ സാധിക്കും അല്ലേ, അതാണ് സംഭവം എന്ന് പറയുന്നത്. ആൻഡ് നോക്കിയേ ഇതിൻ്റെ എക്സാമ്പിൾസൂടെ കുറച്ച് എഴുതി വെച്ചാൽ മതി. മൈക്രോ എക്കണോമിക്സ് നോക്കിയേ, ഡിമാൻഡ് ഫോർ എ പെൻ, സാലറി ഓഫ് എ പേഴ്സൺ, യൂട്ടിലിറ്റി, കോസ്റ്റ്, ഇതൊക്കെ എന്താണ്, മൈക്രോ എക്കണോമിക്സ് ആണ്. ആൻഡ് മാക്രോ നോക്കിയേ, നാഷണൽ ഇൻകം, ആഗ്രിഗേറ്റ് ഡിമാൻഡ്, ഇൻഫ്ലേഷൻ, മണി സപ്ലൈ, നമുക്ക് എന്തൊക്കെ എഴുതാം ഇനി, ഡീഫ്ലേഷനും കാര്യങ്ങളും ഒക്കെ എഴുതാം അല്ലേ, GDP വരെ നമുക്ക് എഴുതാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ആൻഡ് നമുക്ക് എന്താ മൈക്രോ, ഇവിടെ നമുക്ക് ഒരു കാര്യം കൂടെ എഴുതാം, ഇതെന്താണ്, ഇത് സ്മോൾ ആണെന്ന് എഴുതാം. ആൻഡ് മാക്രോ എന്ന് വെച്ചാൽ എന്താണ്, ലാർജ് ആണെന്ന് നമുക്ക് എഴുതി വെക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത് പഠിച്ചു വെക്കുക. 4 മാർക്സിന് ഇങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ എന്താ നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത്, ഇപ്പം നിങ്ങൾ നോക്കി നാഷണൽ ഇൻകം തരും, സാലറി ഓഫ് എ പേഴ്സൺ തരും, ഇത് മൈക്രോ ആണോ മാക്രോ ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാനും വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ അല്ലേ മക്കളെ, യെസ്. അപ്പോൾ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്, നോക്കിയ മക്കളെ, ഇവിടെ ഒരു ഫേം ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഫേം എന്ന് പറയുന്നത് മൈക്രോ ആണോ മാക്രോ ആണോ, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, മൈക്രോ ആണോ മാക്രോ ആണോ. അപ്പോൾ നമ്മൾ ഓർക്കും ഇത്രയും വലിയ ഫേം അല്ലേ, അപ്പോൾ മാക്രോ ആയിരിക്കും നിങ്ങൾ വിചാരിക്കല്ലേ, അല്ല, നമ്മുടെ ഈ ഫേം എന്ന് പറയുന്നത് മൈക്രോ ആണ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ ഫേമിൽ അവിടുത്തെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റിനനുസരിച്ച് മാത്രമല്ലേ ആ ഒരു ഫേം വർക്ക് ചെയ്യുന്നത്, അല്ലാണ്ട് നമ്മുടെ രാജ്യത്തെ എല്ലാവരുടെയും വെൽഫെയറിനനുസരിച്ചാണോ വർക്ക് ചെയ്യുന്നത്, അല്ല, അവിടുത്തെ ഒരു ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് അനുസരിച്ച് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, അവിടെ വർക്ക് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻഡിവിജ്വൽ യൂണിറ്റ് ഓഫ് സ്റ്റഡിയാണ് അല്ലേ, ഒരു പെർട്ടിക്കുലർ ഇൻഡിവിജ്വലിനെ വെച്ചിട്ട് മാത്രമുള്ള സ്റ്റഡിയാണ്. പക്ഷെ മാക്രോ അങ്ങനെയാണോ, അല്ല, ആഗ്രിഗേറ്റ് ആണ്, ടോട്ടൽ ആണ്. ഓക്കെ, ഇത് നോക്കി, മൈക്രോ എക്കണോമിക്സ് വാസ് എ സ്റ്റഡി ഓഫ് ഇൻഡിവിജ്വൽ മാർക്കറ്റ്സ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ and the players or decision makers were also individuals who were seen as trying to maximize their profit and their personal satisfaction of or welfare levels അല്ലേ. ഒരാളുടെ സ്വന്തമായിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ മാത്രം അല്ലെ, പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ മാത്രമാണ് ഇവിടെ നോക്കുന്നത്, നമ്മുടെ മൈക്രോ എക്കണോമിക്സ് നോക്കുന്നത്. നോക്കി, ഈവൻ എ ലാർജ് കമ്പനി വാസ് മൈക്രോ, കാരണം എന്താ, അതതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് അനുസരിച്ചായിരിക്കും വർക്ക് ചെയ്യുന്നത് അല്ലേ, അല്ലാതെ കൺട്രിയുടെ മൊത്തത്തിലുള്ളത് വെച്ചല്ല. അതേസമയം മാക്രോ എക്കണോമിക്സ് എന്ന് വെച്ചാൽ എന്താണ്, അഫക്റ്റിംഗ് ദ എക്കോണമി ആസ് എ ഹോൾ, ഇൻഫ്ലേഷൻ, അൺഎംപ്ലോയ്മെന്റ്, ഇതൊക്കെ പോലത്തെ സംഭവമാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ നോക്കിയേ, മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, എ ബ്രാഞ്ച് ഓഫ് എക്കണോമിക്സ് ദാറ്റ് സ്റ്റഡീസ് ഹൗ ആൻ ഓവറോൾ ഇക്കണോമി ബിഹേവ്സ് അല്ലേ. നമ്മളെന്താ ഇവിടെ ടോട്ടൽ സ്റ്റഡിയാണ് നടക്കുന്നത്, അല്ലെങ്കിൽ എന്താ ആഗ്രിഗേറ്റ് സ്റ്റഡിയാണ് നമ്മളിവിടെ നടത്തുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ഫാദർ ഓഫ് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് ആരാന്നറിയാമോ, ഇദ്ദേഹമാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ JM കെയ്ൻസ് എന്ന് വിളിക്കും. എന്താണ് JM കെയ്ൻസ്, അഥവാ നമ്മൾ എന്ത് വിളിക്കും, ജോൺ മെയ്നാർഡ് കെയ്ൻസ് എന്നാണ് ഇദ്ദേഹത്തെ വിളിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് മാക്രോ എക്കണോമിക്സ് എമേർജ് ചെയ്തത്, എങ്ങനെയാണ് മാക്രോ എക്കണോമിക്സിന്റെ ജനനം എന്നാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഓക്കെ, നോക്കിയേ, പണ്ടുള്ളവർ വിചാരിച്ചോണ്ടിരുന്ന കാര്യമാണ്, ഇപ്പം ജോലി ചെയ്യാൻ ആർക്കൊക്കെ ആഗ്രഹമുണ്ടോ അവർക്കൊക്കെ ജോലി കിട്ടും. അതുപോലെ നമ്മുടെ ഈ ഫാക്ടറീസ് ഒക്കെ ഉണ്ടല്ലോ, ഈ ഫാക്ടറീസ് ഒക്കെ ഫുൾ പവർ, ഫുൾ കപ്പാസിറ്റിയിലായിരിക്കും ഓടുന്നതെന്നാണ് പറയുന്നത്. അതിനെ നമ്മൾ പറയുന്നതാണ് എന്താ, ക്ലാസിക്കൽ ട്രഡീഷൻ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. എന്താണ് ക്ലാസിക്കൽ ട്രഡീഷൻ എന്നാണ് നമ്മൾ ആ ഒരു പ്രോസസ്സിനെ വിളിച്ചുകൊണ്ടിരുന്നത്. എന്താണ് പറഞ്ഞത് നോക്കിയേ, ഓൾ ലേബറേഴ്സ് ഹു ആർ റെഡി ടു വർക്ക് വിൽ ഫൈൻഡ് എംപ്ലോയ്മെന്റ്. ആർക്കൊക്കെ ജോലി ചെയ്യാൻ ആഗ്രഹമുണ്ടോ അവർക്കൊക്കെ ജോലി കിട്ടിയിരിക്കും എന്നാണ്. ആൻഡ് ഓൾ ഫാക്ടറീസ് വിൽ ബി വർക്കിംഗ് അറ്റ് ദർ
ഫുൾ കപ്പാസിറ്റി. ഇതിനെ നമ്മൾ വിളിച്ചുകൊണ്ടിരുന്ന പേരാണ് ക്ലാസിക്കൽ ട്രഡീഷൻ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഇതൊരു ആന മണ്ടത്തരമല്ലേ? ആണ് അല്ലേ? പക്ഷേ ഇതൊന്നും ഇങ്ങനെ അല്ല എന്ന് പയ്യെ ആർക്ക് മനസ്സിലായി? നമ്മുടെ ഇക്കണോമിസ്റ്റുകൾക്ക് മനസ്സിലായി. എപ്പോഴാണ്? 1930s ഗ്രേറ്റ് ഡിപ്രഷൻ ഇവിടെ വന്നപ്പോൾ, USA ഗ്രേറ്റ് ഡിപ്രഷൻ വന്നപ്പോൾ ആളുകൾക്ക് മനസ്സിലായി തുടങ്ങി എന്നാണ് പറയുന്നത്. എന്താ സംഭവിച്ചത്? USA ഇങ്ങനെ ഗ്രേറ്റ് ഡിപ്രഷൻ വന്നപ്പോൾ എന്താ സംഭവിച്ചത്? ഒരുപാട് പേർക്ക് അവരുടെ ജോലി നഷ്ടമായി. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ജോലി ചെയ്യാൻ ആഗ്രഹം ഉണ്ടായാൽ മാത്രം പോരാ, ജോലിക്ക് അവസരം കൂടി വേണമെന്ന് മനസ്സിലായി. നോക്കിയേ, ദ ഗ്രേറ്റ് ഡിപ്രഷൻ ഓഫ് 1929 ആൻഡ് ദ സബ്സിക്വന്റ് ഇയർ ഷോസ് ദി ഔട്ട്പുട്ട് ആൻഡ് എംപ്ലോയ്മെന്റ് ലെവൽസ് ഇൻ ദ കൺട്രി ഓഫ് ദി യൂറോപ്പ് ആൻഡ് നോർത്ത് അമേരിക്ക ഫോൾ ബൈ ഹ്യൂജ് എമൗണ്ട്സ്. എന്താ പറ്റിയത്? അതിങ്ങനെ തകർന്ന് തരിപ്പണമായി എന്നാണ് പറയുന്നത്. അതുപോലെ ഇത് അമേരിക്കയിൽ മാത്രം നടന്നൊരു കാര്യമാണെങ്കിലും നമ്മുടെ ലോകത്തിലെ ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ അഫക്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. കാരണം എന്താ? അമേരിക്ക പോലത്തെ രാജ്യത്തെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിച്ചുകൊണ്ടിരുന്നവരാണ് പല രാജ്യങ്ങളെന്ന് പറയുന്നത് ആ കാലത്ത്. ഇറ്റ് അഫക്റ്റഡ് അതർ കൺട്രീസ് ഓഫ് ദി വേൾഡ് ആസ് വെൽ. എന്താ സംഭവിച്ചത്? ഗുഡ്സിൻ്റെ ഡിമാൻഡ് കുറഞ്ഞു, സാധനങ്ങളുടെ ഡിമാൻഡ് കുറഞ്ഞു. അതേപോലെ മെനി ഫാക്ടറീസ് വെയർ ലൈയിങ് ഐഡിയൽ, അല്ലേ? പല ഫാക്ടറീസിനും പ്രോഫിറ്റ് ഉണ്ടോ? പ്രോഫിറ്റ് ഇല്ല. ലോസ് ഉണ്ടോ? ലോസും ഇല്ല. അങ്ങനെ ഒരു സ്തംഭന അവസ്ഥയിലാണ് നിന്നുകൊണ്ടിരുന്നത്. അതേപോലെ നോക്കി, വർക്കേഴ്സ് വെയർ ത്രോൺ ഔട്ട് ഓഫ് ജോബ്സ്. അപ്പോൾ ആളുകൾക്ക് മനസ്സിലായി ഈ ക്ലാസിക്കൽ ട്രഡീഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഈ ക്ലാസിക്കൽ ട്രഡീഷൻ എന്ന് പറയുന്നത് ഒരു ആന മണ്ടത്തരമായിരുന്നു എന്ന് ആൾക്ക് മനസ്സിലായി തുടങ്ങി എന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ അമേരിക്കയിലെ ഇത് നോക്കുകയാണെങ്കിൽ 1929 ഏകദേശം 3% ആളുകൾക്ക് മാത്രമേ തൊഴിലില്ലാതിരുന്നുള്ളൂ. 100 പേരെടുക്കുകയാണെങ്കിൽ അതിൽ 3 പേർക്ക് മാത്രമേ ജോലി ഇല്ലാതിരുന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ 1933 ആയപ്പോൾ 100 പേരെടുത്താൽ അതിൽ 25 പേർക്കും എന്തില്ലായിരുന്നു? ജോലി ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത്. യെസ്, നോക്കിയേ, 25 ആദ്യം 3% ഉണ്ടായിരുന്നുള്ളൂ 1929. പക്ഷെ നമ്മൾ 1933 കണക്ക് നോക്കുകയാണെങ്കിൽ 25% ആയിട്ട് കൂടി. നമ്മുടെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് 25% ആയിട്ട് കൂടി. നേരത്തെ 1929 വെറും 3% ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ 1933 ആയപ്പോൾ എന്താ സംഭവിച്ചത്? 25% ആയിട്ട് അത് കൂടി. അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കൂടി എന്നാണ് പറയുന്നത്. അതേപോലെ നമ്മുടെ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസും ഒക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞു. ആഗ്രിഗേറ്റ് ഓഫ് ഔട്ട്പുട്ട് എന്ന് പറയുന്നതും ഭയങ്കരമായിട്ട് കുറഞ്ഞു എന്ന് നമുക്ക് കാണുവാൻ സാധിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇൻ USA ഫ്രം 1929 to 1933 unemployment rate rose from 3% to 25%. ആൻഡ് ആഗ്രിഗേറ്റ് ഔട്ട്പുട്ട് നമ്മുടെ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് 33% ആയിട്ട് കുറഞ്ഞു എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ JM കെയ്ൻസ് ഇതൊക്കെ കണ്ടിട്ട് വെറുതെ ഇരിക്കുമോ? ആളുകളൊക്കെ ഇങ്ങനെ ക്ലാസിക്കൽ ട്രഡീഷൻ അത് ഇതെന്നൊക്കെ പറഞ്ഞ് ഇരുന്നിട്ടും ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ഒരു ഗ്രേറ്റ് ഡിപ്രഷൻ നമ്മുടെ USA വന്നപ്പോൾ ഫുൾ തകർന്ന് തരിപ്പണമായി. അപ്പോൾ നമ്മുടെ JM കെയ്ൻസ് ഇതൊക്കെ വെച്ചിട്ട് ഒരു ബുക്ക് എഴുതി. അതാണ് നമ്മുടെ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്ന് പറയുന്ന ഒരു ബുക്ക് എഴുതി. അപ്പോൾ നമ്മുടെ JM കെയ്ൻസ് ബുക്ക് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എഴുതുക, ദ ജനറൽ തിയറി എന്നെങ്കിലും എഴുതുക. ഓക്കെ, ദ ജനറൽ തിയറി എന്ന് പറഞ്ഞ ബുക്ക് എഴുതി. അങ്ങനെ പയ്യെ ആളുകൾക്ക് മനസ്സിലായി തുടങ്ങി നമ്മൾ ഈ ക്ലാസിക്കൽ ട്രഡീഷൻ വെച്ചിട്ട് ഇരുന്നിട്ടൊന്നും കാര്യമില്ല. അങ്ങനെയൊക്കെ മനസ്സിലായാണ് എന്ത് വന്നത്? അങ്ങനെയാണ് നമ്മുടെ മാക്രോ എക്കണോമിക്സ്. ആദ്യം വെറും മൈക്രോ എക്കണോമിക്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇൻഡിവിജ്വൽ സ്റ്റഡി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയാണ് പിന്നീട് എന്ത് വന്നത്? നമ്മുടെ മാക്രോ എക്കണോമിക്സ്, നമ്മുടെ ടോട്ടൽ ആഗ്രിഗേറ്റ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ മാക്രോ എക്കണോമിക്സിന്റെ ജനനം എന്ന് പറയുന്നത്. നോക്കിയേ, These events made economists think about the functioning of the economy in a new way. പുതിയൊരു രീതിയിൽ ഇക്കോണമി എങ്ങനെ നമുക്ക് ഫംഗ്ഷൻ ചെയ്യിപ്പിക്കാം എന്നുള്ളൊരു ബോധം അവർക്ക് വന്നു തുടങ്ങി. അങ്ങനെ നോക്കിയേ, the fact that the economy may have long lasting unemployment had to be theorized and explained. കെയ്ൻസ് എന്തെടുത്തു? ഇതിനെതിരെ ഒരു ബുക്ക് തന്നെ അങ്ങോട്ട് എഴുതി. അതാണ് നമ്മുടെ ജനറൽ തിയറി എന്ന് പറയുന്ന ബുക്ക്. ഒരു ബുക്ക് തന്നെ എഴുതി. അത് നോക്കിയേ, unlike his predecessors, his approach was to examine the working of the economy in its entirety and examine the interdependence of different sectors. അതായത് പഴയ ആൾക്കാരെ പോലൊന്നും അല്ല. നമ്മുടെ കെയ്ൻസ് കുറച്ച് ബുദ്ധിയുള്ള ആൾക്കാരായിരുന്നു. അങ്ങനെയാണ് നമ്മുടെ ആര് വന്നത്? നമ്മുടെ മാക്രോ എക്കണോമിക്സിന്റെ ജനനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ മാക്രോ എക്കണോമിക്സ് ബുക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണുള്ളത്? കോണ്ടെക്സ്റ്റ് ഓഫ് ദി പ്രസന്റ് ബുക്ക് ഓഫ് മാക്രോ എക്കണോമിക്സ്, എന്തൊക്കെയാണ് നമ്മുടെ മാക്രോ എക്കണോമിക്സിൽ ഉണ്ടായിരുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. യെസ്, ആ ബുക്കിന്റെ പ്രധാന സംഭവം എന്ന് പറയുന്നത് ക്യാപിറ്റലിസത്തിനെ ബേസ് ചെയ്തിട്ടാണ്. അതെന്താണ് ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ? എന്താണ് ഫുൾ പ്രൈവറ്റ് ഓണർഷിപ്പാണ്. പ്രൈവറ്റ് ഓണർഷിപ്പാണ്. ഗവൺമെന്റിന് യാതൊരു റോളും എവിടെയില്ല നമ്മുടെ ഈ ക്യാപിറ്റലിസത്തിൽ. ആ ഒരു സംഭവത്തില്ല. നോക്കിയേ, ക്യാപിറ്റലിസ്റ്റ് കൺട്രിയിലെ എല്ലാ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസും നടത്തുന്ന ആരായിരിക്കും? ഒരു ക്യാപിറ്റലിസ്റ്റ് എന്റർപ്രൈസസ് ആയിരിക്കും, അല്ലെ? ഒരു വ്യക്തി ആയിരിക്കും. പ്രൈവറ്റ് ഓണർഷിപ്പ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. ഗവൺമെന്റിന് വല്ല റോളും ഉണ്ടോ അവിടെ? ഗവൺമെന്റിന് യാതൊരു റോളും അവിടെ ഇല്ല എന്നാണ് പറയുന്നത്. ചിലപ്പോൾ ഒരു ഓണ്ടർപ്രനിയർ ആയിരിക്കും നടത്തുന്നത്, ചിലപ്പോൾ ഒന്നോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഓണ്ടർപ്രനിയേഴ്സ് ആയിരിക്കും അവിടുത്തെ എല്ലാ ആക്ടിവിറ്റീസും നടത്തുന്നത് എന്നാണ് പറയുന്നത്. അവർ തന്നെ ആയിരിക്കും അവിടുത്തെ റിസ്ക്കും കാര്യങ്ങളും നോക്കുന്നത്. അവർക്ക് മാത്രമായിരിക്കും അവിടുത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. വേറെ ആർക്കും അത് കൊടുക്കേണ്ട
ചെയ്യേണ്ട ഒരാവശ്യം അവിടെ ഉണ്ടാവത്തില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവർക്കൊരു ഇങ്ങനെ ഒരു ക്യാപിറ്റൽ ഓണ്ടർപ്രന്യൂഴ്സിന് ഇങ്ങനെ ഒരു എന്റർപ്രൈസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എന്തൊക്കെ ആവശ്യമാണ്? നമുക്കറിയാം, ഒരു ഓണ്ടർപ്രന്യൂർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ലാൻഡ് വേണം. നമ്മുടെ ബിസിനസ് സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുന്ന നമുക്കൊരു ലാൻഡ് വേണം. അതേപോലെ എന്താ, ആ കമ്പനിയിൽ ജോലി ചെയ്യാൻ ലേബറേഴ്സ് വേണം അല്ലേ? അതുപോലെ എന്താണ്, നമുക്കിത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ കുറച്ച് പൈസ വേണ്ടേ? നമ്മുടെ ഇപ്പം ഇല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ക്യാപിറ്റൽ, നമുക്ക് മൂലധനം ആവശ്യമാണ് അല്ലേ? അങ്ങനെ നമ്മൾ എന്ത് തുടങ്ങും? ഓണ്ടർപ്രന്യൂർഷിപ്പ് തുടങ്ങും. ഇതാണ് എന്തെന്ന് പറയുന്നത്, ഒരു പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസിന് വേണ്ട ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. നമ്മളിത് ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പം ഈ ലാൻഡ് നമുക്ക് വെറുതെ കിട്ടുമോ? ഇല്ല. ഈ ലാൻഡിന് നമ്മൾ എന്ത് കൊടുക്കണം? റെന്റ് കൊടുത്തേ മതിയാവത്തുള്ളൂ. ആൻഡ് ലേബറേഴ്സിൻ്റെ കാര്യമാണെങ്കിലോ അവർക്ക് നമ്മൾ എന്ത് കൊടുക്കണം? വേജസ് കൊടുത്തിരിക്കണം. ആൻഡ് ക്യാപിറ്റൽ ആണെങ്കിലോ കടമെടുത്തിട്ടാണെങ്കിൽ നമ്മൾ എന്താ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ അടച്ചേ മതിയാവത്തുള്ളൂ അല്ലേ? അങ്ങനെ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് നമുക്ക് എന്താ കിട്ടുന്നത്? നമുക്ക് ഓണ്ടർപ്രന്യൂർഷിപ്പിൽ നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ ഒരു ഓണ്ടർപ്രന്യൂർ എന്താ ചെയ്യുന്നത്? ഇതൊക്കെ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നന്നായിട്ട് ഇങ്ങനെ പോയി എന്താണ്, ഈ ലാൻഡും ലേബറും ക്യാപിറ്റലും ഒക്കെ ഉപയോഗിച്ച് നമ്മൾ ഓണ്ടർപ്രന്യൂർഷിപ്പ് ഇങ്ങനെ നടത്തുക. അപ്പോൾ അദ്ദേഹം എന്താ ചെയ്യുന്നത്? അദ്ദേഹം ഈ പ്രൊഡ്യൂസ് ചെയ്ത സാധനങ്ങളൊക്കെ എവിടെ കൊണ്ടുവയ്ക്കും? അദ്ദേഹം ഈ പ്രൊഡ്യൂസ് ചെയ്ത സാധനങ്ങളെല്ലാം കൊണ്ട് മാർക്കറ്റിൽ കൊണ്ടുവയ്ക്കും. അങ്ങനെ അദ്ദേഹത്തിന് എന്ത് കിട്ടും? മാർക്കറ്റിൽ കൊണ്ടുവയ്ക്കുമ്പോൾ റവന്യൂ കിട്ടും. എന്താണ്? റവന്യൂ കിട്ടും. ഇപ്പോൾ സപ്പോസ് വിചാരിക്കുക, റവന്യൂ അദ്ദേഹത്തിന് 1000 രൂപയാണ് കിട്ടിയിരിക്കുന്നത്. ഈ 1000 രൂപ ഉപയോഗിച്ച് അദ്ദേഹം എന്താ ചെയ്യുന്നത്? അദ്ദേഹം ആ ലാൻഡ് എടുത്തേക്കുന്ന അവിടുത്തെ റെന്റ് അടയ്ക്കും. റെന്റ് ഇപ്പോൾ ഒരു 100 രൂപയാണെന്ന് വിചാരിക്കുക. റെന്റ് എന്ന് പറയുന്നത് 100 രൂപയാണ്. അപ്പോൾ 100 രൂപ അടച്ചു. ആൻഡ് വേജസ് കൊടുത്തു. നമ്മൾ എന്താ, എംപ്ലോയീസിനൊക്കെ, നമ്മുടെ എന്താണ്, ലേബറേഴ്സിനൊക്കെ വേജസ് കൊടുത്തു. ഒരു 200 രൂപ കൊടുത്തു എന്ന് വിചാരിക്കുക. ആൻഡ് എന്താണ്, നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അടയ്ക്കേണ്ട, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അടച്ചു. അപ്പോൾ എത്രയാണ്? ഒരു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമുക്ക് വിചാരിക്കാം ഒരു 200 കൊടുത്തു എന്ന് വിചാരിക്കാം. അപ്പോൾ ബാക്കി എത്രയുണ്ട്? 1000 400 പോയാൽ 400 500 പോകും അല്ലേ? എത്രയാണ്? 500 വരും. ഈ 500 ആണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഓരോ ഓണ്ടർപ്രന്യൂഴ്സിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഈ പ്രോഫിറ്റ് ഉപയോഗിച്ച് അവർ അടുത്ത വർഷത്തേക്ക് അവർ കമ്പനി എക്സ്പാൻഡ് ചെയ്യണം, അല്ലെങ്കിൽ പുതിയ ഫേർണിച്ചർ, പുതിയ ടേബിൾസ് കാര്യങ്ങളൊക്കെ കമ്പനിക്ക് വേണമെങ്കിൽ അവർ അതിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതേ നോക്കി, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും അതിൻ്റെ റിവാർഡ്സും. ലാൻഡ് ഉണ്ട്, റെൻറ്റ്, ലേബറിന് വേജസ്, ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ആൻഡ് എന്താണ്, ഓണ്ടർപ്രന്യൂർഷിപ്പിന് പ്രോഫിറ്റ് ആണ്. നോക്കിയേ, ദേ മേ ദംസെൽഫ് സപ്ലൈ ക്യാപിറ്റൽ നീഡഡ് ടു റൺ ദ എന്റർപ്രൈസസ് ഓർ ദേ മേ ബോറോ ദ ക്യാപിറ്റൽ അല്ലെ? അപ്പോൾ ഈ ബോറോ ചെയ്യുമ്പോൾ അതിന് എന്ത് കൊടുക്കണം? ഇൻട്രസ്റ്റ് കൊടുത്തേ മതിയാവത്തുള്ളൂ അല്ലെ? നോക്കിയാൽ ടു ക്യാരി ഔട്ട് പ്രൊഡക്ഷൻ ദേ ഓൾസോ നീഡ് നാച്ചുറൽ റിസോഴ്സസ് എ പാർട്ട് കൺസ്യൂംഡ് ഇൻ ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ. എന്തൊക്കെയാണ്? റോ മെറ്റീരിയൽസും കാര്യങ്ങളും വേണം. അതേപോലെ എന്താണ്, എ ഫിക്സഡ് പാർട്ട് ഓഫ് ലാൻഡ് അവർക്ക് ആവശ്യമാണ്. ആൻഡ് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എലമെൻ്റ് ഏതാ? അവർക്ക് ലേബറും ആവശ്യമാണ്. ഓക്കെ, ലേബർ ആവശ്യമാണ്. അത് നോക്കി, ഇതെല്ലാം പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഔട്ട്പുട്ട്സ്, ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഒക്കെ വെച്ചിട്ട് അവരെന്താ സാധനങ്ങളും സേവനങ്ങളും ഒക്കെ ഉണ്ടാക്കി അങ്ങനത്തെ എന്താ ചെയ്യുന്നത്? അവരത് മാർക്കറ്റിൽ കൊണ്ടുവയ്ക്കും. അതിൽ നിന്ന് അവർക്ക് എന്ത് കിട്ടും? റവന്യൂ കിട്ടും. ഈ റവന്യൂവിൻ്റെ ഓരോ പൈസയൊക്കെ എടുത്ത് 1000 രൂപ നമുക്ക് റവന്യൂ കിട്ടിയെങ്കിൽ 100 രൂപ നമ്മൾ റെൻറ്റിന് അടച്ചു. പിന്നെ എന്താണ്, അതേപോലെ എന്താണ്, ക്യാപിറ്റൽ നമ്മൾ 200 രൂപ അടച്ചു. അതേപോലെ ലേബറേഴ്സിന് വേജസ് കൊടുത്തു. എത്ര കൊടുത്തു? 200 കൊടുത്തു. ബാക്കി ഒരു പ്രോഫിറ്റ് വന്നു. ബാക്കി വന്ന ആ ഒരു ഏർണിങ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 500 ആണ്. ഈ 500 ആണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഈ 500 യൂസ് ചെയ്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ ഓരോ ബിസിനസ്സിൻ്റെ ഡെവലപ്മെൻറ്റിനും കാര്യത്തിനും പുതിയ ഫേർണിച്ചേഴ്സും ഫിക്ചേഴ്സും ഒക്കെ മേടിക്കാൻ നമ്മൾ യൂസ് ചെയ്യും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ എന്നാണ് വിളിക്കുന്നത്. എന്താണ്? ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ എന്നാണ് നമ്മളതിനെ വിളിക്കുന്നത്. ഓക്കെ, ഇത് നോക്കിയേ, പ്രോഫിറ്റ്സ് ആർ ഓഫൺ യൂസ്ഡ് ബൈ ദ പ്രൊഡ്യൂസേഴ്സ് ഇൻ ദ നെക്സ്റ്റ് പീരിയഡ് ടു ബൈ ന്യൂ മെഷീനറി ഓർ ബിൽഡ് ന്യൂ ഫാക്ടറീസ് സോ ദി പ്രൊഡക്ഷൻ ക്യാൻ ബി എക്സ്പാൻഡഡ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന്? ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ എന്നാണ് നമ്മളതിനെ വിളിക്കുന്നത്. അപ്പം നമ്മൾ ഇനിയും നോക്കാം, നമ്മുടെ ആ ഒരു ബുക്കിലുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ ഇനിയും നോക്കുന്നത് എന്താ? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്യാപിറ്റൽ ഇക്കോണമി. ഒരു ക്യാപിറ്റൽ ഇക്കോണമിയുടെ സവിശേഷതകൾ എന്തെല്ലാം? ഇത് നിങ്ങൾക്ക് 1 മാർക്കിനെ ചോദിക്കത്തുള്ളൂ. അത് നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കും, വിച്ച് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി ചോദിക്കും, അല്ലെങ്കിൽ വിച്ച് ഇസ് എ ഫീച്ചർ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഇസ് എ ഫീച്ചർ ഓഫ് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി ചോദിക്കും. നമുക്ക് മെയിനായിട്ട് 3 ഫീച്ചേഴ്സ് ആണുള്ളത് കേട്ടോ. നോക്കിയേ, ഫസ്റ്റ് വൺ എന്താണ്? പ്രൈവറ്റ് ഓണർഷിപ്പ്. ഫസ്റ്റ് വൺ ഓഫ് കോഴ്സ് പ്രൈവറ്റ് ഓണർഷിപ്പ് ആണ്. ഗവൺമെൻറ്റിന് വല്ല റോളുണ്ടോ? ഒരു റോളും ഇല്ല. എല്ലാ കാര്യവും എന്താണ്? പ്രൈവറ്റ് ഓണർഷിപ്പ് ആണ്. ഓക്കെ, ആൻഡ് സെക്കൻഡ് വൺ എന്താണ്? അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താ? പ്രോഫിറ്റ് മോട്ടീവ് മാത്രമാണ്. അല്ലാതെ മാർക്കറ്റിലെ ഡിമാൻഡും സപ്ലൈ അനുസരിച്ച് ഒന്നും അല്ലായിരിക്കും ഇവർ പ്രൊഡ്യൂസ് ചെയ്യുക. പ്രോഫിറ്റ് മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇവരെല്ലാം ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് തേർഡ് വൺ എന്താണ്? വേജ് റേറ്റ് യൂസ് ചെയ്ത് എന്താ ഇവർ ആളുകളെ പിടിക്കും. എന്നിട്ട് എന്താ, ആളുകൾ അവർക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഇവർ ആളുകൾക്ക് എന്ത് കൊടുക്കും? പൈസ ആയിട്ട് വേജസ് കൊടുക്കും. ഓക്കെ, അതാണ് എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ 3 ഫീച്ചേഴ്സ് ഓഫ് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി എന്ന് പറഞ്ഞാൽ. ഓക്കെ, ദർ ഈസ് എ പ്രൈവറ്റ് ഓണർഷിപ്പ് ഓഫ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ. ഓക്കെ, ആൻഡ് എന്താ? പ്രൊഡക്ഷൻ ടേക്സ് പ്ലേസ് ഫോർ സെല്ലിംഗ് ദ ഔട്ട്പുട്ട് ഇൻ ദ മാർക്കറ്റ്. എന്താണ്? പ്രോഫിറ്റ് മാത്രമാണ് ഇവരുടെ ഏക മോട്ടീവ് അല്ലേ? എന്തിനാണ് പ്രൊഡക്ഷൻ ചെയ്യുന്നത്? രാജ്യത്തിൻ്റെ നല്ലതിന്, വെൽഫെയറിന് വേണ്ടിയിട്ടാണോ? അല്ല, അവരുടെ പ്രോഫിറ്റിന് വേണ്ടി മാത്രം. ആൻഡ് നോക്കി, ദർ ഈസ് എ സെയിൽ ആൻഡ് പർച്ചേസ് ഓഫ് ലേബർ സർവീസ് അറ്റ് എ പ്രൈസ് വിച്ച് ഈസ് കോൾഡ് വേജ് റേറ്റ് അല്ലേ? എന്താണ്? ലേബറിനെ
അവർ മേടിക്കുകയാണ് ചെയ്യുന്നത്, പൈസ കൊടുത്ത് ആളുകളെ ഇങ്ങോട്ട് മേടിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ വേജ് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് നമ്മുടെ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പോർഷനിലേക്ക് കിടക്കുകയാണ്. 4 മാർക്സിന് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. 4 മാർക്സ് അല്ലെങ്കിൽ 5 മാർക്സിന് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. മേജർ സെക്ടേഴ്സ് ഓഫ് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി ഏതൊക്കെയാണെന്ന് നോക്കിയേ. നമ്മുടെ മേജർ സെക്ടർ നമുക്ക് ഫേംസ് ഉണ്ട്, ഗവൺമെൻറ് ഉണ്ട്, ആൻഡ് നമുക്ക് എന്താ ഉള്ളത്, നമുക്ക് ഹൗസ് ഹോൾഡ് ഉണ്ട്, ആൻഡ് ലാസ്റ്റ് വൺ ആണ് എന്ത്, എക്സ്റ്റേണൽ. ഇങ്ങനെ 4 സെക്ടേഴ്സാണ് എന്തുള്ളത് നമുക്ക് നമ്മുടെ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഫസ്റ്റ് വൺ നമ്മൾ നോക്കുന്നതാണ് ഫേം എന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, ചില ഡെവലപ്പിംഗ് കൺട്രീസിൽ എന്താണ് ഒരുപാട് പ്രൊഡക്ഷൻ യൂണിറ്റ്സ് ഉണ്ടായിരിക്കും. എന്താണ് ഒരുപാട് പ്രൊഡക്ഷൻ യൂണിറ്റ്സ് ഉണ്ടാവും. ഈ പ്രൊഡക്ഷൻ യൂണിറ്റ്സ് ഒക്കെ ഫംഗ്ഷൻ ചെയ്യുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ക്യാപിറ്റലിസ്റ്റ് പ്രിൻസിപ്പിൾസും കാര്യങ്ങളും ഒക്കെ ഫോളോ ചെയ്തിട്ടായിരിക്കും ഇവർ അത് ഫംഗ്ഷൻ ചെയ്യുന്നത്. ആ പ്രൊഡക്ഷൻ യൂണിറ്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന്, ഫേംസ് എന്ന് വിളിക്കുന്നത്. എന്താണ്, ഫേംസ് എന്നാണ് വിളിക്കുന്നത്. ഈ ഫേംസിൻ്റെ ഒക്കെ തളപതി എന്ന് പറയുന്ന ആരായിരിക്കും, ഓൺട്രപ്രന്യേഴ്സ് ആയിരിക്കും. അതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നതും അതിന് വേണ്ട ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ലാൻഡും ലേബറും ക്യാപിറ്റലും എല്ലാ കാര്യങ്ങളും ഫിക്സ് ചെയ്യുന്നത് ആ ഒരു പുള്ളിയായിരിക്കും. ഓക്കെ, അതിൻ്റെ റെൻ്റ് അടയ്ക്കുന്നത്, ഇൻട്രസ്റ്റ് അടയ്ക്കുന്നത്, അല്ലെങ്കിൽ ലേബറേഴ്സിന് വേജസ് കൊടുക്കുന്നതൊക്കെ അവർ തന്നെയായിരിക്കും. ഈ ഒരു ഫേമിന് എന്തെങ്കിലും പ്രോഫിറ്റ് ഉണ്ടായാൽ എന്താ ആ ഓൺട്രപ്രനർ മാത്രം സ്വന്തമായിട്ട് എടുക്കാം. അതേസമയം ഒരു റിസ്ക് ഉണ്ടാവുകയാണെങ്കിലോ ആ റിസ്ക്കും അയാൾ സ്വന്തമായിട്ട് തന്നെ ബെയർ ചെയ്യണം എന്നാണ് പറയുന്നത്. നോക്കിയേ, മെനി ഡെവലപ്പിംഗ് കൺട്രീസ് ഹാവ് എ സിഗ്നിഫിക്കൻറ്റ് പ്രസൻസ് ഓഫ് പ്രൊഡക്ഷൻ യൂണിറ്റ്സ് വിച്ച് ആർ ഓർഗനൈസ്ഡ് അക്കോർഡിംഗ് ടു ക്യാപിറ്റലിസ്റ്റ് പ്രിൻസിപ്പിൾസ്. ദ പ്രൊഡക്ഷൻ യൂണിറ്റ്സ് വിൽ ബി കോൾഡ് ഫേം ഇൻ ദ ബുക്സ്. അല്ലെ, നമ്മുടെ മാക്രോ എക്കണോമിക്സിൻ്റെ ബുക്കിൽ ഫേംസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇൻ എ ഫേം ദ ഓൺട്രപ്രനിയർ ഇസ് ദ ഹെൽം ഓഫ് അഫയേഴ്സ്. അല്ലെ, തളപതി എന്ന് പറയുന്ന ആരാണ്, ഓൺട്രപ്രനിയർ ആണ്. ഷീ ഹയേഴ്സ് വേജ് ലേബർ ഫ്രം ദ മാർക്കറ്റ്. ഷീ എംപ്ലോയ്സ് ദ സർവീസ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ലാൻഡ് ആസ് വെൽ. ഇത് പറഞ്ഞ സെയിം കാര്യം തന്നെ. ആഫ്റ്റർ ഹയറിംഗ് ദീസ് ഇൻപുട്സ് ഷീ അണ്ടർടേക്സ് ദ ടാസ്ക് ഓഫ് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷൻ്റെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എല്ലാം വെച്ച് അതിൻ്റെ എല്ലാം സെറ്റ് ചെയ്തിട്ട് പ്രൊഡക്ഷനിലേക്ക് അവർ ഇറങ്ങിത്തിരിക്കും. എന്നിട്ട് എന്താണ്, ഇതൊക്കെ കൊണ്ട് മാർക്കറ്റ് വയ്ക്കും. അതിൽ നിന്ന് കിട്ടുന്നത് വെച്ചാൽ അവർ പ്രോഫിറ്റ് ഏൺ ചെയ്യും. ആൻഡ് എന്താണ്, റിസ്ക്കോ അൺസർട്ടനിറ്റീസോ എന്തെങ്കിലും വന്നാലും ഫുൾ അവർ തന്നെ ബെയർ ചെയ്യണം എന്നാണ് പറയുന്നത്. ആൻഡ് നമ്മുടെ നെക്സ്റ്റ് വൺ ആണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഗവൺമെൻറ് എന്ന് പറയുന്നത്. എന്താണ്, ഗവൺമെൻറ് എന്നാണ് പറയുന്നത്. അറിയാലോ എന്താണ് ഗവൺമെൻറ് എന്ന്. ഗവൺമെൻറ്റിനെ നമ്മൾ സിമ്പിളായിട്ട് മറ്റൊരു പേരിലും കൂടെ വിളിക്കും, അതാണ് സ്റ്റേറ്റ് എന്ന് കൂടി നമ്മൾ വിളിക്കുന്നതാണ്. ഓക്കെ, എന്താണ് സ്റ്റേറ്റ് എന്ന് കൂടി നമ്മൾ നമ്മുടെ ഗവൺമെൻറ്റിനെ വിളിക്കുന്നതാണ്. ഒന്നുമില്ല സംഭവം എന്ന് പറയുന്നത്, സിമ്പിൾ സാധനം തന്നെ. എന്താണ് നമ്മുടെ ഗവൺമെൻറ് എന്താ ചെയ്യുന്നത്, നമുക്ക് വേണ്ട ലോസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക, ജസ്റ്റിസ് കൊണ്ടുവരിക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതേപോലെ എന്താ നമ്മുടെ രാജ്യത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്, നല്ല സ്കൂളുകൾ, പാലങ്ങൾ, ഹോസ്പിറ്റൽസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്യാൻ ആരെ കൊണ്ടുവന്നത്, നമ്മുടെ ഗവൺമെൻറ് അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും, സ്റ്റേറ്റ് വന്നത് തന്നെ. ഓക്കെ, ഇത് നോക്കിയേ എന്താണ് സംഭവം. ഇൻ ബോത്ത് ഡെവലപ്ഡ് ആൻഡ് ഡെവലപ്പിംഗ് കൺട്രീസ് അപ്പാർട്ട് ഫ്രം പ്രൈവറ്റ് ക്യാപിറ്റലിസ്റ്റ് സെക്ടർ ദർ ഈസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സ്റ്റേറ്റ് എന്നാണ് പറയുന്നത്. ദ റോൾ ഓഫ് സ്റ്റേറ്റ് ഇൻക്ലൂഡ്സ് ഫ്രെയിമിംഗ് ലോസ്, എൻഫോഴ്സിങ് ദം ആൻഡ് ഡെലിവറിങ് ജസ്റ്റിസ്. ലോ കൊണ്ടുവരിക, അത് എല്ലാവരിലേക്കും എത്തിക്കുക, അതെല്ലാം നമ്മുടെ നടപ്പിലാക്കുക, അതേപോലെ എന്താണ് തുല്യത ഉറപ്പുവരുത്തുക. ആൻഡ് എന്തൊക്കെ ചെയ്യുന്നുണ്ട്, ടാക്സ് ഇമ്പോസ് ചെയ്യുകയും മണി സ്പെൻഡ് ചെയ്യുകയും മാത്രമല്ലാണ്ട് അവരെന്താ ചെയ്യുന്നത്, ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്, സ്കൂളിൻ്റെ കാര്യം, കോളേജസ്, ഹെൽത്ത് സർവീസസിൻ്റെ കാര്യം എല്ലാവരും നോക്കുന്നുണ്ട്. അവരെന്താണ് മെയിനായിട്ട് നമ്മുടെ ഇക്കോണമിയുടെ വെൽഫെയർ ആണ് നോക്കുന്നത്. ദി ഇക്കോണമിക് ഫംഗ്ഷൻ ഓഫ് ദി സ്റ്റേറ്റ് ഹാവ് ടു ബി ടേക്കൺ ഇൻ ടു അക്കൗണ്ട് വെൻ വി വാണ്ട് ടു ഡിസ്ക്രൈബ് ദ ഇക്കോണമി ഓഫ് ദി കൺട്രി. ഇത് നമ്മൾ ഒരു പേരിലൂടെ വിളിക്കും, അതാണ് ഗവൺമെൻറ് അല്ലെങ്കിൽ നമുക്ക് എന്തെന്ന് എഴുതാം, സ്റ്റേറ്റ് എന്ന് എഴുതാൻ സാധിക്കും. ഓക്കെ, ആൻഡ് നമ്മുടെ മൂന്നാമത്തതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ മൂന്നാമത്തതാണ് നമ്മുടെ ഹൗസ് ഹോൾഡ് എന്ന് പറയും. എന്താണ് ഹൗസ് ഹോൾഡ്, ഒന്നുമില്ല ഹൗസ് ഹോൾഡ് ആ പേര് തന്നെയുണ്ട് അല്ലേ. ഇപ്പം നിങ്ങൾ ഓർക്കുക, മിസ് ഒറ്റയ്ക്കാണ് നിൽക്കുന്നതെങ്കിൽ മിസ് എന്ത് കൺസ്യൂം ചെയ്യണമെന്ന് ആരായിരിക്കും തീരുമാനിക്കുന്നത്, മിസ് മാത്രമായിരിക്കും. പക്ഷെ മിസ് അവധിക്ക് വീട്ടിൽ പോയി, അവിടെ ആരൊക്കെയുണ്ട്, മിസ്സിൻ്റെ അച്ഛൻ, അമ്മ, അനിയൻ, അനിയത്തി, പിന്നെ മിസ്സും ഉണ്ടല്ലേ. അപ്പോൾ എന്താ ഇവരെല്ലാവരും നമ്മൾ 5 പേരും കൂടെ ആയിരിക്കും എല്ലാ കാര്യം തീരുമാനിക്കുന്നത്. അപ്പോൾ അച്ചാച്ചൻ പറയും എന്താ ഇന്ന് ചോറ് മതി, അമ്മ പറയും ഇല്ല ഇന്ന് പൊറോട്ട മതി, അനിയത്തി പറയും ഇല്ല ഇന്ന് ബർഗർ മതി. അപ്പോൾ നമ്മളെന്താ എന്തെങ്കിലും കഴിച്ചാൽ മതി എന്ന് പറയും. അപ്പോൾ എന്താ എല്ലാവരുടെയും കൂടെ നോക്കിയിട്ട് അവർക്ക് എന്താണോ ആവശ്യമായിട്ടുള്ളത്, കോമൺ ആയിട്ട് എന്താണോ ആവശ്യമായിട്ടുള്ളത് അതായിരിക്കും നമ്മൾ കൺസ്യൂം ചെയ്യുക അല്ലേ. അപ്പോൾ ഇവർക്ക് ഈ കൺസംഷനുള്ള പൈസയൊക്കെ എവിടെ നിന്നായിരിക്കും കിട്ടുന്നത്, ഇവർ ടാക്സ് അടയ്ക്കുന്നുണ്ട് അല്ലേ, നമ്മളൊക്കെ ടാക്സ് അടയ്ക്കുന്നുണ്ട്, ഇൻകം കിട്ടുന്നവരൊക്കെ ടാക്സ് അടയ്ക്കുന്നുണ്ട്, പൈസ സേവ് ചെയ്ത് വെക്കുന്നു, ബാങ്കിലൊക്കെ സേവ് ചെയ്ത് വെക്കുന്നുണ്ട് അല്ലേ. ഇതിനുള്ള പൈസയൊക്കെ അവർക്ക് എവിടെ നിന്നായിരിക്കും കിട്ടുക, നമ്മൾ ആദ്യം പറഞ്ഞ നമ്മുടെ ഫേമില്ലേ, ചിലപ്പോൾ അവർ ആ ഫേമിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കും, അതിൽ നിന്ന് എന്ത് കിട്ടുന്നുണ്ടായിരിക്കും, വേജസ് കിട്ടുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ എന്താ ഈ ഫേംസിൻ്റെ മുതലാളികളായിരിക്കും, ഓണേഴ്സ് ആയിരിക്കും വരുന്നത്. അല്ലെങ്കിൽ എന്താ നമ്മുടെ ഈ സ്റ്റേറ്റ്, നമ്മുടെ ഗവൺമെൻറ്റില്ലേ, ആ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വർക്ക് ചെയ്ത് സാലറി കൈപ്പറ്റുന്നവരായിരിക്കും നമ്മുടെ ഹൗസ് ഹോൾഡ്സിലുള്ളവർ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിൽ നിന്ന് നമ്മുടെ ഫേംസിൽ അവരുണ്ടാക്കുന്ന ഓരോ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസ് ഒക്കെ മേടിക്കണമെങ്കിൽ ആരും ഉണ്ടാവണം, ഇവിടെ ഹൗസ് ഹോൾഡ് ഉണ്ടായാലേ പറ്റത്തുള്ളൂ എന്നാണ് പറയുന്നത്. ഇത് നോക്കിയോ, അപ്പാർട്ട് ഫ്രം ദി firms and government there is another major sector in the economy which is called household sector. എന്താണ്
By a household, we mean a single individual who takes decisions relating to our consumption, or a group of individuals for whom decisions relating for consumptions are jointly determined. എന്താണ്, ഒരാൾ ഒറ്റയ്ക്കാണെങ്കിൽ സ്വയമായിരിക്കും തീരുമാനിക്കുക. ഒരു ഗ്രൂപ്പ്, ഒരു വീട്ടിൽ നമ്മൾ പോയി നിൽക്കണം. മിസ്സിൻ്റെ കാര്യം പറഞ്ഞു, നമ്മൾ വീട്ടിൽ പോകുകയാണെങ്കിൽ പലർക്കും പല അഭിപ്രായമാണ്, അങ്ങനെ നമ്മൾ കോമൺ ആയിട്ട് എടുക്കും. അതാണ് എന്ത് ഇവിടെ നമ്മൾ ഹൗസ് ഹോൾഡിൽ മെയിനായിട്ട് ചെയ്യുന്നത്. ഹൗസ് ഹോൾഡിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ദേ സേവ് ആൻഡ് പേ ടാക്സസ്. ഇവർക്ക് നിന്നുള്ള പൈസ എവിടെ നിന്നാണ് കിട്ടുന്നത്? ഒന്നെങ്കിൽ എന്താ, ഫേമിലെ വർക്കേഴ്സായിട്ട് നിന്നിട്ട് അവിടുന്ന് വേജസ് കിട്ടുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്താ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സിൽ വർക്ക് ചെയ്ത് അവിടുന്ന് സാലറി കിട്ടുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്താ അവർ ആ ഫേംസിൻ്റെ ഓണേഴ്സ് ആയിരിക്കും, അതിൽ നിന്ന് അവർക്ക് എന്ത് കിട്ടുന്നുണ്ട്? പ്രോഫിറ്റ്സ് കിട്ടുന്നുണ്ടായിരിക്കും. നോക്കിയേ, ഇൻഡീഡ് ദ മാർക്കറ്റ് ഇൻ വിച്ച് ദ ഫേം സെൽ ദ പ്രൊഡക്ട്സ് കുഡ് നോട്ട് ഹാവ് ബീൻ ഫംഗ്ഷനിങ് വിത്തൗട്ട് ദ ഡിമാൻഡ് കമ്മിങ് ഫ്രം ഹൗസ് ഹോൾഡ്. അല്ലേ, ഫേംസിൽ ഉണ്ടാക്കുന്ന ഈ പ്രൊഡക്ട്സ് ഒക്കെ അതിൻ്റെ ഡിമാൻഡ് എവിടെ നിന്ന് വരണം? നമ്മുടെ ഹൗസ് ഹോൾഡിൽ നിന്ന് വന്നേ മതിയാവത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇത്രയും നേരം ഇതൊക്കെ കണ്ടു. നമ്മൾ ഫേംസ് കണ്ടു, പിന്നെ നമ്മുടെ സ്റ്റേറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് കണ്ടു, പിന്നെ ലാസ്റ്റ് നമ്മൾ കണ്ടാണ് എന്ത്, ഹൗസ് ഹോൾഡ് കണ്ടു. ആൻഡ് നമ്മുടെ ലാസ്റ്റ് വണ്ണിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. ഏതാണ്? എക്സ്റ്റേണൽ സെക്ടർ. എന്താണ്? എക്സ്റ്റേണൽ സെക്ടറിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. ഒന്നുമില്ല, നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് എന്താ, നമ്മുടെ ഡൊമസ്റ്റിക് കൺട്രീനെ ബേസ് ചെയ്തിട്ടുള്ള സംഭവമാണ് നമ്മൾ ഇത്രയും നേരം കണ്ട്. ഇതെന്ന് പറയുന്നത് എന്താണ്, നമ്മളെന്താ ഒരു രാജ്യത്ത് എന്താ എക്സ്റ്റേണൽ ആയിട്ടുള്ള ട്രേഡും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ അതാണ് നമ്മൾ ഈ എക്സ്റ്റേണൽ സെക്ടറിൽ നോക്കാൻ വന്നത്. ഓക്കെ, സോ ഫാർ വി ഹാവ് ഡിസ്ക്രൈബ് ദ മേജർ പ്ലെയേഴ്സ് ഇൻ ദ ഡൊമസ്റ്റിക് ഇക്കോണമി. പക്ഷെ നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് എന്താണ്, എക്സ്റ്റേണൽ ട്രേഡിലും എൻഗേജ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ എക്സ്റ്റേണൽ സെക്ടറാണ് നമ്മുടെ 4th ഇമ്പോർട്ടൻറ്റ് സെക്ടേഴ്സ് ഇൻ അവർ സ്റ്റഡി എന്ന് പറയുന്നത്. നമ്മുടെ എക്സ്റ്റേണൽ സെക്ടറിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് എന്തൊക്കെയുണ്ട്? എക്സ്പോർട്സും ഉണ്ട്, അതേപോലെ തന്നെ എന്താണ്, ഇമ്പോർട്ട്സും ഉണ്ട്. അപ്പോൾ മിസ്സിന് അറിയാം എല്ലാവർക്കും എന്താണ് എക്സ്പോർട്സ്, എന്താണ് ഇമ്പോർട്ട്സ് എന്ന് അറിയാമെന്ന് മിസ്സിന് അറിയാം. എങ്കിലും ഒന്നുകൂടെ പറയാം. എന്താണ് എക്സ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്ട് ഈസ് എക്സ്പോർട്ട്? എക്സ്പോർട്ട് കയറ്റുമതി ചെയ്തയക്കുന്നത് അല്ലേ. അതായത് നമ്മുടെ രാജ്യത്ത് നിന്ന് മറ്റുള്ള രാജ്യത്തേക്ക് ആ രാജ്യത്തില്ലാത്ത ഗുഡ്സ് ആൻഡ് സർവീസസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കയറ്റുമതി ചെയ്തയക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എക്സ്പോർട്ട് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ജാക്ക് ഫ്രൂട്ട് എടുത്തു, നമ്മുടെ ചക്കപ്പഴം എടുത്തു. നമ്മൾ ചക്കപ്പഴം എന്താ, നമ്മുടെ ഇന്ത്യയിൽ ഇഷ്ടം പോലെ എന്താ ജാക്ക് ഫ്രൂട്ട് ഉണ്ട്. അത് നമ്മൾ എങ്ങോട്ട് അയക്കും? നമ്മൾ USA അയക്കും. ഇന്ത്യയിൽ നിന്ന് USA അയക്കുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എക്സ്പോർട്ട് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഇമ്പോർട്ട് എന്നാണ് നമ്മൾ നോക്കാൻ. നമ്മൾ പറയും ഇത് ചൈന സെറ്റ് ഫോണാണ് കാര്യമാണെന്നൊക്കെ പറയും അല്ലേ. നമ്മുടെ രാജ്യത്തില്ലാത്തൊരു സാധനം നമ്മൾ വേറൊരു രാജ്യത്തിൻ്റെ നിന്ന് മേടിക്കുന്നു, അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? ഇമ്പോർട്ട് എന്ന് പറയുന്നത്, ഇറക്കുമതി എന്ന് പറയുന്നത്. ചൈനയിൽ നിന്ന് നമ്മൾ എന്താ മേടിക്കുന്നത്? ചൈനയിൽ നിന്ന് നമ്മൾ മൊബൈൽ ഫോൺസ് അല്ലേ, മൊബൈൽ ഫോൺസ് നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നു, മേടിക്കുന്നു. ഇതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? ഇമ്പോർട്ട് എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ സംഭവം. നോക്കിയേ, ട്രേഡ് വിത്ത് എക്സ്റ്റേണൽ സെക്ടർ ക്യാൻ ബി ഓഫ് 2 kinds. ഓക്കെ, നമുക്ക് എന്തൊക്കെയുണ്ട്? എക്സ്പോർട്ടും ഉണ്ട്, ഇമ്പോർട്ടും ഉണ്ട്. ദ ഡൊമസ്റ്റിക് കൺട്രി മേ സെൽ ഗുഡ്സ് ടു ദ റെസ്റ്റ് ഓഫ് ദി വേൾഡ്. നമ്മുടെ ഇന്ത്യ, ഇപ്പം നമ്മുടെ ഡൊമസ്റ്റിക് കൺട്രി നമ്മൾ ഇന്ത്യ ഒക്കെ എടുത്തു. ഇന്ത്യ ആർക്ക് കൊടുക്കുന്നുണ്ട്? ഇന്ത്യ USA വിൽക്കുന്നു, സെല്ല് ചെയ്യുന്നു. അതാണ് എന്ത്? എക്സ്പോർട്ട് എന്ന് പറയുന്നത്. ഇമ്പോർട്ട് എന്ന് വെച്ചാൽ എന്താണ്? ചൈനയിൽ നമ്മൾ ഫോൺ മേടിക്കുകയാണല്ലോ, ചൈന ഇന്ത്യക്ക് എന്താ ചെയ്യുന്നത്? വിൽക്കുന്നു. ഓക്കെ, നമ്മൾ എന്താ ചെയ്യുന്നത്? നോക്കിയേ, ദ ഇക്കോണമി മേ ഓൾസോ ബൈ ഗുഡ്സ് ഫ്രം ദ റെസ്റ്റ് ഓഫ് ദി വേൾഡ് അല്ലേ. നമ്മൾ എന്താണ്? ഇന്ത്യ ചൈനയുടെ കയ്യിൽ നിന്ന് ഗുഡ്സ് മേടിക്കുന്നു എന്നാണ് പറയുന്നത്. നോക്കിയേ, അപ്പോൾ എന്താ സംഭവിക്കുക? ഇങ്ങനെ മേടിക്കുമ്പോൾ വാങ്ങുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ എന്താ, നമ്മുടെ കറൻസി അങ്ങോട്ട് പോവുകയാണ്. നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ എന്താ, നമ്മുടെ സാധനം അങ്ങോട്ട് പോകണം, പകരം നമുക്ക് എന്താ നമ്മുടെ എന്താണ് ഫോറിൻ കറൻസീസ് നമ്മുടെ രാജ്യത്തേക്ക് ഇൻഫ്ലോ വരുമെന്നാണ് പറയുന്നത്. ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതൊക്കെ 4 സെക്ടേഴ്സ് കണ്ടു. ഏതൊക്കെയായിരുന്നു? നമുക്ക് ഫേംസ് ഉണ്ട്, അതേപോലെ സ്റ്റേറ്റ് ഉണ്ട്, ഹൗസ് ഹോൾഡ് ഉണ്ട്, ആൻഡ് ലാസ്റ്റ് വണ്ണാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ എക്സ്റ്റേണൽ സെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ 4 എണ്ണമാണ് നമുക്കുള്ളത്. ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുഞ്ഞ് നമുക്ക് ഏതെങ്കിലും പോർഷൻ ഇനിയും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴത്ത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ബൈ.